SI ചാർജ് എടുക്കാൻ വിജയ്ക്ക് കിട്ടിയ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഇടുക്കി ജില്ല. കാരണം അവിടെ അധികം പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്ത ഏരിയയാണെന്ന് റിട്ടയർഡ് DYSP ആയ അവന്റെ അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ കുറഞ്ഞ ഏരിയ ആയതുകൊണ്ട് അവിടുത്തെ CIയുടെ പോസ്റ്റിംഗ് വരെ നീട്ടിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചാർജ് എടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടി അവനങ്ങ് DYSPയുടെ ഓഫീസ് വരെ പോയി. എന്നിട്ട് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന കാരണം ലീവിലായിരുന്ന ആനന്ദ് എന്ന കോൺസ്റ്റബിളിന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്തി അവരെ സമാധാനിപ്പിച്ചു. പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്ത ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് അവൻ കയറിയ സമയത്ത് തന്നെ ഒരു ചിമിട്ടൻ പണി കിട്ടി. ആളൊഴിഞ്ഞ പറമ്പെന്ന് ഒരു കൈപ്പത്തിയും പിന്നെ ഒരാഴ്ച പഴക്കമുള്ള ഒരു ഡെഡ് ബോഡിയും കണ്ടെടുത്തു. തലയുടെ പിൻഭാഗത്ത് ഇരുമ്പ് കമ്പിയോ മറ്റെന്തോ വെച്ച് ശക്തിയായി അടിച്ചതാണ് മരണകാരണമെന്ന് ഫോറൻസിക്കുകാർ വിധി എഴുതി. അതിന്റെ പിറ്റേ ദിവസം ആ നാട്ടിലെ ഫേമസ് ആയിരുന്ന ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് 125 പവൻ സ്വർണവും 50 ലക്ഷം രൂപയും വച്ചിരുന്ന ഒരു ഷെൽഫ് ലോക്കർ മോഷണം പോയി. രാത്രി ക്ലോറോഫോം ഉപയോഗിച്ച് തന്നെ ബോധം കെടുത്തിട്ട് മുഖംമൂടി ധരിച്ച 3 പേരാണ് ഇവിടെ കയറി മോഷണം നടത്തിയതെന്ന് അവിടുത്തെ സെക്യൂരിറ്റി കൃത്യമായി ഓർക്കുന്നു. പക്ഷേ ഇത്രയും വലിയ ഷെൽഫുകളും അതിൽ പൈസയും ഉണ്ടായിട്ട് കള്ളന്മാർ എന്തുകൊണ്ടാണ് ആ ചെറിയ ഷെൽഫ് തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു വിജയും ടീമും. നാട്ടുകാർ ഞങ്ങളുടെ പൈസ എവിടെയും ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്കൂട്ടത്തിനിടയിൽ സംശയം തോന്നത്തക്ക വിധത്തിലുള്ള ഒരാളെ വിജയ് കണ്ടു. പക്ഷെ അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. മനോജ് എന്ന ആ നാട്ടുകാരൻ ഇവയുടെ കരുത്തർപ്പൻ പലിശ കാരണം അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. സംശയം തോന്നിയ പോലീസുകാർ വീട്ടിലേക്ക് പോയി അന്വേഷിച്ചപ്പോൾ മനോജ് ഇപ്പോൾ മിസ്സിംഗ് ആണെന്നാണ് അയാളുടെ ഭാര്യ പറഞ്ഞത്. പണ്ട് ഈ ഫിനാൻസിൽ നിന്ന് പൈസ ലോൺ എടുത്ത് കടം കയറി ആത്മഹത്യ ചെയ്ത മധു എന്ന ആളുടെ മകൻ സനീഷാണ് അന്ന് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് താൻ കണ്ടതെന്ന് വിജയ് മനസ്സിലാക്കി. നാട്ടുകാർ വീണ്ടും അവിടെ കയറി പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് നിന്ന സമയത്ത് പെട്ടെന്ന് കോൺസ്റ്റബിൾ സത്യൻ വീണ്ടും ഒരു ഡെഡ് ബോഡി ഡാമിന്റെ അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് വിജയോട് വന്ന് പറയുന്നു. ആദ്യം കിട്ടിയ ഡെഡ് ബോഡി പോലെ രണ്ടാമത്തേന്റെയും കമ്പി കൊണ്ട് തലക്കടിച്ചതായിരുന്നു മരണകാരണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഒരാളാണെന്ന് അവർക്ക് സംശയം തോന്നി. പ്രതികളെ ഉടനെ പിടിക്കണമെന്ന് വിജയ്ക്ക് മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അന്ന് രാത്രി നൈറ്റ് പെട്രോളിൽ നിൽക്കുമ്പോൾ മക്കിമല ഭാഗത്തെ റിസോർട്ടിൽ നിന്ന് ഒരാൾ ഡെഡ് ബോഡി ഡംപ് ചെയ്യാൻ നോക്കുന്നു എന്നും പറഞ്ഞ് ഒരു കോൾ വന്നു. അവർ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. എന്നിട്ട് പ്രതി ഡംപ് ചെയ്ത ഡെഡ് ബോഡി കണ്ടെത്തി. ആ ബോഡിയിൽ തന്നെ 1 ഗ്രാം തൂക്കം വരുന്ന ഒരു മാലയും ഉണ്ടായിരുന്നു. ബോഡിയും മാലയും വിജയ് കണ്ടെത്തി എന്ന് മനസ്സിലാക്കിയ പ്രതി അവന്റെ തലക്കടിച്ച് ബോധം കെടുത്തി രക്ഷപ്പെട്ടു. എന്നിരുന്നാൽ പോലും ആ ഡംപ് ചെയ്ത ഡെഡ് ബോഡിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പോലീസുകാർക്ക് കിട്ടി. തമിഴ്നാട്ടിൽ നിന്ന് പണിക്ക് വന്ന മണികണ്ഠൻ എന്ന ആളുടെ ഡെഡ് ബോഡിയായിരുന്നു അത്. അവന്റെ കൂടെ പണിക്ക് വന്ന അൻപ് ആരുൾ എന്ന മറ്റ് 2 പേരുടെ ബോഡിയായിരുന്നു ആദ്യം കണ്ടെത്തിയെന്ന് തീവ്രമായ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായി. ഇവര് 3 പേരും അല്ലാതെ കുമാർ എന്ന 4-ാമൻ ടീമിൽ ഉണ്ടായിരുന്നു. പൈസയെല്ലാം ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടി അവൻ ഇവരെ 2 പേരെയും കൊന്നതായിരിക്കും എന്ന കൺക്ലൂഷനിൽ വിജയ് എത്തിയ സമയത്ത് തൊട്ടടുത്ത സ്റ്റേഷനിൽ സംശയിക്കത്തക്ക വിധത്തിൽ മാല പണയം വയ്ക്കാൻ വന്ന ഒരു സ്ത്രീയെക്കുറിച്ച് വിജയ് അറിയുന്നു. അപ്പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവർ സ്ട്രോക്കിനുള്ള ഒരു ഗുളിക പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചിരുന്നു. അതുകൂടാതെ ചെണ്ട കുട്ടുന്ന സൗണ്ട് ആയിരുന്നു അവരുടെ ഫോണിലെ റിംഗ് ടൂൺ എന്ന് ആ കടക്കാരൻ ഓർമ്മിച്ചെടുത്തു. ആ റിംഗ് ടൂൺ നേരത്തെ കോൺസ്റ്റബിൾ ആനന്ദിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ വിജയ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടിയത് ആനന്ദിന്റെ ഭാര്യയിലേക്കാണ്. അവളെ മുമ്പിൽ നിർത്തി കളിച്ചത് ആനന്ദും. കുറ്റവാളി അവനാണ് എന്നറിഞ്ഞ വിജയ് മോളിലേക്ക് വിളിച്ചു പറയാൻ തീരുമാനിച്ചു. പക്ഷേ വിജയുടെ ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് മറ്റൊരു വില്ലന്റെ എൻട്രി സത്യൻ. അപ്പോ ആനന്ദ് മാത്രമല്ല നീയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിജയ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, കൃഷ്ണേട്ട ആ ഫോണിന് തരാൻ പറഞ്ഞു. വിട്ടുകള സാറേ എന്ന മാസ ഡയലോഗം പറഞ്ഞ് കൃഷ്ണേട്ടൻ വില്ലനായി മാറി. അവർ 4 പേരും കൂടി പ്ലാൻ ചെയ്തതായിരുന്നു ആ റോബറിയും പിന്നെ ഈ കൊലപാതകങ്ങൾ.